ഈ ഒറ്റ ആലോചനയുടെ കാര്യം പറയാൻ എത്രാമത്തെ തവണ ഞാൻ വരണേ? എന്റെ അമ്മേ, ഓരോ തവണ വരുമ്പോഴും പോകുമ്പോഴും രൂപ എത്ര ചെലവാണെന്ന് അറിയോ? എനിക്കറിയാം, തരുന്നത് ഞാനാണല്ലോ. ചിറ്റപ്പം വരുമ്പോ കല്യാണമേ അല്ല എന്റെ പ്രശ്നം. ചിറ്റപ്പം വന്നതിന്റെയും പോകുന്നതിന്റെയും ടീയും ഡിയും എവിടുന്ന് കടം വാങ്ങിക്കും എന്നുള്ള. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ആലോചനയ്ക്ക് ഒരു വിലയില്ല അല്ലേ? എന്റെ ചിറ്റപ്പ നമ്മുടെ കൊക്കിന് ഒതുങ്ങാത്ത ആലോചനയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? എന്താ കൊക്കിൽ ഒതുങ്ങാത്തത്? അവനവന്റെ പെങ്ങന്മാരാണെന്നും കെട്ടിച്ചു വിടാൻ പ്രായമായി എന്നുള്ള വിചാരം നിനക്ക് വേണേ? എനിക്കൊട്ടും വിചാരമില്ല, അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ ആ വിചാരം. അതേടാ, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ള വിചാരം. അല്ലെങ്കിൽ ഉള്ള ജോലിയും കളഞ്ഞ് സമയാസമയം കയ്യും കഴുകി നീ ഈ പാത്രത്തിന്റെ മുമ്പ് ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. ദേവകി, നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടല്ലേ അമ്മേ ഞാൻ ഈ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? ഈ മിച്ചത്തിന് അമ്മ കണക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണു, കഴിക്കുന്ന പാത്രത്തിൽ കണ്ണീര് വീഴാൻ പാടില്ല മോനെ. നിന്റെ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ? കണ്ണീരൊന്നുമല്ല മുത്തശ്ശി, അമ്മയുടെ വിഷമം, പെങ്ങന്മാരുടെ വിഷമം, മുത്തശ്ശിയുടെ വിഷമം എല്ലാം എനിക്കറിയാം. ചെയ്യാന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി കെട്ടിച്ചു വിടണമെന്ന ആഗ്രഹം. ലോട്ടറി അടിക്കണം, അല്ലാതെ വഴിയൊന്നുമില്ല. Mr. Mathu, Yeah. can you get me change for 500 rupees? No, sir. Okay, no problem. Then please give me 100 rupees. Thank you. Nah, 100 ഒപ്പിച്ച് മതിയോളിയാ? മതിയോന്ന് ചോദിക്കേണ്ട ചിറ്റപ്പനോടല്ലേ. വീട് കലക്കിയിട്ട് പോകാനുള്ള ടീയും ഡിയുമാണ്. ആലോചന കൊള്ളാവോ? കൊള്ളാം. വേറെ വല്ലവർക്കും ആണെങ്കിൽ നമ്മൾ എവിടുന്ന് ആളെ ഈ സ്വർണവും വെള്ളിയെ കൊടുക്കുന്നത്? നീ മിസ്റ്റർ KNK മേനോനെ പോയി കണ്ടോ? കാണാനാ ദിവസം ഞാൻ പോകുന്നത്. ദർശനം തന്നിട്ട് വേണ്ടേ? അവിടെ ചെല്ലുമ്പോഴേ ആ പെങ്കൊച്ചു പറയും പൂക്കൾ ഇരിക്കണ കാണണം, നടക്കാൻ പോവാന്നൊക്കെ. പിണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂടെ പോവും. വയറ് കത്തി നിൽക്കുമ്പോഴാ കീർത്തനം വായിക്കാൻ പറയുന്നത്. വായിക്കും. കേട്ടുമടുക്കുമ്പോ കൊച്ചമ്മ കൊട്ടാരത്തിലേക്ക് മടങ്ങും. ആസ്ഥാന വിദ്വാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് വെയിൽ മൂക്കുമ്പോ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. നാളെ ഏതായാലും അളിയാ ഞാൻ ഇടിച്ചു കയറി അങ്ങേരെ കണ്ടിരിക്കും. നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് തരോ? എന്തിന്? പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാലോ? ഗുഡ് മോർണിംഗ് മുതലാളി. എന്ത് വേണം? വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, സസ്പെൻഷൻ, വയലിൻ. അതിന് ഞാനെന്ത് വേണം? 2 ദിവസം കഴിഞ്ഞ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നും വരുമായിരുന്നു, സാറിനെ കാണുമായിരുന്നു. മോക്കറിയാം സാർ ബിസി ആയതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ജോലിയില്ലാതെ കഷ്ടത്തിലാണ് മുതലാളി. ചുമ്മാ പറഞ്ഞു വിട്ടല്ലോ, അണിയുണ്ടാക്കിയിട്ടില്ലേ? അതെ, അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. സൂപ്പർവൈസറെ തല്ലുന്നതാണോ കൈപ്പഴ? ഒരു തവണത്തേക്ക്. തനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഡിസിപ്ലിനുള്ള ജോലി. ഒരു കാരണവശാലും തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സാർ മുതലാളി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. 3 തവണ എനിക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ടറിലെത്തും സാർ. മുതലാളി. ഗുഡ് മോർണിംഗ് ജോബ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. താൻ ഗാനമേളയ്ക്ക് വരുന്നോ അതോ ജോലി ചെയ്യാൻ വരുന്നോ? ജോബ് സാറെ, ഞാൻ എന്റെ ജോബ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ജോബ് സാറിന് അറിയാമല്ലോ. മേലിലൂടെ വരുമ്പോ താൻ ഈ വയലിനും കൊണ്ടുവരുത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി എഴുതി വെച്ചിട്ടില്ലേ? സാറിന്റെ പേര് ജോബ് എന്നാണേലും ഞങ്ങൾക്ക് ജോബ് എന്ന മുതലാളിയല്ലേ. ജോബ് സമയത്ത് ഞങ്ങളെ ഭരിച്ചാൽ മതി ജോബ് സാറേ. ജോബ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്ത് ജോബ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ജോബ് സാറേ. ഗുഡ് മോർണിംഗ് ജോബ് സാർ. കയറി പോടോ. ചോറ്റുപാത്രവും വയലിനും എന്റെ കബോർഡിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട മുതലാളി. എടാ, ഇനി നീ വയലിൻ വായിക്കുന്ന എനിക്ക് കാണണോടാ എന്ന് പറഞ്ഞ് വലിച്ചൊരേറ്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാർ. മരിച്ചുപോയ എന്റെ അച്ഛനെ വലിച്ചെറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പോക്കൃത്തരല്ലടോ താൻ ഈ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല സാർ. ഇതാണ് മുതലാളി സത്യത്തിൽ നടന്നത്. പിറ്റേ ദിവസം ചെന്നപ്പം ഇൻഡാസ് അടിച്ച് കൈ തന്നു. സസ്പെൻഷൻ. തന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. കിട്ടാൻ വല്ല ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് വാങ്ങിച്ചോണം. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു കുടുംബമാണ് കൂടുതൽ സംസാരിക്കണ്ട, തനിക്ക് പോവാം. സർ പ്ലീസ്, സർ പ്ലീസ് ഒന്ന് പറയൂ.
മുതലാളി ഞാൻ പോയി തൂങ്ങിച്ചാവും. എന്നാ പോയി തൂങ്ങിച്ചാ പോ. എങ്കിൽ തൂങ്ങിച്ചാവാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചു വിട്ടൊന്നും പോരാ, ഇനി ഞാൻ പോയി തൂങ്ങിച്ചാവണോ? പണം കൊണ്ടെന്ന് എഴുതി വലിയ ആളെന്ന് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. വലിയ ബംഗ്ലാവിലെ കണ്ണാടി മുറിക്കാത്തിരുന്നോണ്ട് പാവങ്ങളെ ഗെറ്റൗട്ട് അടിക്കുന്നവന്റെ കൂടെ ദൈവത്തിന് പോലും പാവപ്പെട്ടവനെ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ജോലി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ജോലി കിട്ടില്ല, എനിക്ക് കുന്നാണോ? അവനെ തിരിച്ചെടുത്തൂടെ? ശരിയാവില്ലടോ, അത് വലിയ പ്രശ്നമാകും. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അയാളുടെ തലയില. എന്നാ താൻ പോയി പകുതി ഒന്നു കൊടുക്കണോ? എന്താ ഇറക്കി താഴെ വെക്കാൻ പറയണോ? കഷ്ടമാണ് പാവം. മുതലാളി ഇറങ്ങി പോടോ. അല്ല ഹലോ വേണുഗോപാൽജി, വയലിൻ എന്തൊരു മൈൻഡിലാണ് പോന്നേ? നമ്മൾ ആരുവാ മൈൻഡിയെ? എന്റെ കാര്യം അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ. പിരിച്ചുവിടാനാണോ പറഞ്ഞത്? അയ്യോ അല്ല. എന്നാ അദ്ദേഹം അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പിരിഞ്ഞു വെക്കാനാ പറഞ്ഞു. വരട്ടെ. ലാൽസലാം. സലാം. വേണു ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് നിൽക്കാൻ സമയമില്ല. വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. വഴിയോരം വെയിൽ കായും വനവലരും. വെയിൽ കാഞ്ഞത് മിച്ചം. നോക്കണേ വൈച്ചറേ എടാ പോണെന്നാ. എടാ, കലാകാരന്റെ ജോലി സൃഷ്ടിയാണ്. അവൻ സൃഷ്ടികർത്താവാണ്. സമൂഹത്തെ അവന്റെ മുമ്പിൽ കൊണ്ടുവരണം. മുതലാളിമാരെ കൊണ്ട് അവന്റെ കാല് പിടിപ്പിക്കണം. വയലിൻ ഗോപാലകൃഷ്ണന്റെ വയലിൻ വായിക്കാൻ അറിയാവുന്ന മകൻ വേണുഗോപാലനാണ് നീ. വിൽക്കണം നിന്റെ സംഗീതത്തെ. വിൽക്കാം. എത്ര കിലോ വേണം സാറിന്? തമാശയല്ലേ വേണു, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. നിന്റെ അച്ഛൻ വലിയ വയലിനിസ്റ്റ് ആയതുകൊണ്ടല്ലേ വയലിൻ ഗോപാലകൃഷ്ണൻ എന്ന പേര് കിട്ടിയത്. ഒരുപാട് പേരെ വയലിൻ വായിച്ച് രസിപ്പിച്ച വലിയ കലാകാരൻ. പക്ഷെ വില പറയാൻ അറിയില്ലായിരുന്നു. നീ വില പറഞ്ഞു വാങ്ങണം. അതൊന്നും വയ്യ എനിക്ക്. സരിഗമേ തുടങ്ങണ്ട, നേരിട്ട് വാതാപി പിടിച്ച് വീഴ്ത്തിട്ടോ. ക്യാപ്സ്യൂൾ മ്യൂസിക്, ഗ്രേറ്റ് മ്യൂസിഷ്യൻ വേണുഗോപാൽ. ഹോട്ടലിൽ വരുന്ന സകല മദാമോരെ സായപ്പന്മാരെ കിണ്ടി കിണ്ടി പെറുക്കിയെടുത്തുകൊണ്ട് നിരത്തി തരാം. എങ്കിൽ ആ ബിസിനസ് ഇവിടെ വെച്ചായിക്കോട്ടെ. നിന്റെ ഓരോ വാതാപിയുടെ കൂടെ എന്റെ ഓരോ പെയിന്റിങ്ങും. അപ്പൊ എന്ത് സോൾ ഓഫ് കേരള? 4 ബാദാബി ഒരുമിച്ചെടുക്കുന്നവർക്ക് ഒരു സോൾ ഓഫ് കേരള ഫ്രീ. അയ്യോ, ദൈവം പണക്കാരുടെ കൂടാണെന്ന്. ഏത് ദൈവമാടോ എന്റെയും കാർത്തിരങ്ങളുള്ളത്? മനസ്സ് തുറന്നൊന്ന് വേദനിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. തുറന്നു ചിരിക്കുന്ന പൊന്നുമോളെ കള്ളച്ചിരി കാണിച്ച് കളിപ്പിക്കുന്ന അച്ഛനും അമ്മയും. ഞാനും കാർത്തി എന്തൊരു ജാതകമാണോ ഫ്രെഡി? നമ്മുടെ ജാതകം നമുക്ക് തന്നെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലൊക്കെ കാര്യങ്ങൾ നടന്നേനെ. തലയെ വരച്ചിരുന്നത് നമ്മളല്ലല്ലോ. കല്യാണി കാലത്ത് വന്നിരുന്നു, കുറെ കരഞ്ഞു. പാവം, അവക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ മകനല്ലേ ഉള്ളൂ. അവനിഷ്ടമല്ല, അവനെയും കുറ്റം പറയാൻ പറ്റില്ല. രഞ്ജി തുറന്നു പറഞ്ഞത് നന്നായി KMK. അമ്മാവന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പിടിച്ചു കെട്ടിച്ചിരുന്നെങ്കിൽ അതും നിങ്ങൾക്കൊരു തിരാശാപമായേനെ. 2-3 ആലോചനകൾ വന്നിട്ടുണ്ട്. അതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇതിയാന്റെ ഒരുമാതിരി സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ള ആലോചന ഉണ്ടല്ലോ, അതാദ്യം നിർത്തണം. നമ്മുടെ മോക്കൊരസുഖമുണ്ട്. അതറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു പയ്യനെ കണ്ടെത്തണം. അവളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും കാണുമോ? ഫ്രെഡി ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ ഫ്രെഡിയങ്ങളെ, കുറച്ചു നാളൂടെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നോട്ടെ. നടന്നോ, പക്ഷെ കൂടെ നടക്കാൻ ഒരാള് വേണ്ടേ എന്നാണ് ചോദിച്ചത്. അത് നടക്കത്തില്ലല്ലോ. എന്താ? അതെങ്ങനെ? താലി കെട്ടി കതിർമണ്ഡപത്തിൽ നിന്ന് ഭൂമിയിലോട്ട് കാലെടുത്ത് വെച്ച ഇങ്ങനൊരു പോക്കല്ലയോ അദ്ദേഹം മുമ്പേ. നമ്മൾ പുറകെ പൊക്കോണം ബാലി പോലെ. എനിക്ക് എന്റെ അച്ഛനമ്മയെ വിട്ട് മാറി താമസിക്കാൻ പറ്റില്ല അങ്ങളെ. വേണ്ട, മാറി താമസിക്കണ്ട. സൂട്ടും കോട്ടും ഇട്ട് പറന്ന് നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഭർത്താവിനെ കെട്ടേണ്ടി വന്നാലുള്ള അവസ്ഥ സഹിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ ആയാലോ? വേണ്ടെങ്കിലേ, ഡെറ്റോൾ മണക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വക്കീലായിക്കോട്ടെ. അയ്യേ, വവ്വാല് കോട്ടും ഇട്ട് കള്ളം പറഞ്ഞ് എന്നെ ഒരു കള്ളിയാക്കും. ഒരു പോലീസ് ഓഫീസർ. അയ്യടാ, എന്നെ തൂക്കിയെടുത്തിട്ട് ഇരിക്കുന്നതായിട്ട് രസിക്കണമായിരിക്കും അല്ലേ? പിന്നെ ഏത് ടൈപ്പാ തന്റെ മനസ്സില്? അങ്ങളെ, അതെ, എനിക്ക് വേണ്ടത് ഒരു ഫ്രണ്ടിനെയാണ്. എന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായിട്ടൊരു ഫ്രണ്ട്. എന്നെ ചിരിപ്പിക്കണം, ഞാൻ പറയുന്ന പോലൊക്കെ നടക്കണം. പിന്നെ എന്താ പറയാ, പറയട്ടെ,
പറട്ടെ ആ ഒരു ഒരു കളിപ്പാട്ടം പോലെ ഒരാള്. കളിപ്പാട്ടം പോലൊരു ഭർത്താവ്. എനിക്കിപ്പോ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ തനിക്ക് കളിപ്പാട്ടാവാൻ പറ്റുമെന്ന്? അയ്യോ അങ്ങനെയല്ല അങ്കിളെ. ആ. നമ്മുടെ വേണുല്ലേ, വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, ആ. വയലിൻ വായിക്കുന്ന ഉം. ആ ഒരു ടൈപ്പ്. ആ വയലിൻ വായിക്കുന്ന ഒരു കളിപ്പാട്ടം, വേണുഗോപാൽ ജി. എന്താ അയാള് മനസ്സിൽ കയറിയോ? അയ്യോ എന്റെ അങ്കിളെ, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. അച്ഛനോട് പറയട്ടെ. അയ്യോ ദേ അങ്കിളെ കണ്ടോ? അങ്കിളിനോട് തുറന്നു പറഞ്ഞു മോക്ക് അയാളെ ഇഷ്ടമാണ്. ഉം? ഉം? ഉം. ഉം. ആ